കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെജിറ്റബിൾ ദോശ അല്ലെങ്കിൽ ഊത്തപ്പം എന്ത് വേണമെങ്കിലും പറയാം. ഇതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഒരു പാത്രത്തേക്ക് ഇടുക. അതിനുശേഷം ചെറുതായിട്ട് ചീവിയ ക്യാരറ്റ്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ് ചീവിയതാണ്, അരിഞ്ഞതല്ല. നമ്മൾ പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില എന്നിവ ഒരു ബൗളിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അവൈലബിലിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ ഊത്തപ്പം ഉണ്ടാക്കാൻ നമ്മളിവിടെ എടുക്കുന്നത് ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ ആണ്. ദോശക്കല്ല് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തിയതിന് ശേഷം ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുറച്ച് കട്ടിയായിട്ടാണ് ഒഴിക്കേണ്ടത്. ചെറുതായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ കുറച്ച് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം നല്ലപോലെ വെജിറ്റബിൾസ് ഇടുന്നോ അത്രത്തോളം നന്നായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. നല്ല എരിവ് വേണ്ടവർക്ക് നല്ലപോലെ കുരുമുളക് ചേർക്കാം. കുരുമുളക് പൊടി ഓപ്ഷണലാണ്. ചുറ്റിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, നല്ലപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഡിഷിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു മൂടി എടുത്ത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പതുക്കെ എടുക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിടണം. പതുക്കെ അതിനെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെന്തോട്ടെ. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടിയിലുള്ള ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ചൂട് തട്ടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾ ദോശ റെഡി ആയി കഴിഞ്ഞു.